പോകുന്നത് ആറ്റിങ്ങലിലേക്കാണ്. അറിയാമല്ലോ, ആറ്റിങ്ങലിന് വലിയ ചരിത്രമുണ്ട്. 1721 140 ബ്രിട്ടീഷ് സൈനികരെ വധിച്ച് ആറ്റിങ്ങൽ കോട്ട പിടിച്ചെടുത്ത ആ മണ്ണിലേക്ക് ജനാധിപത്യത്തിന്റെ പോരാട്ടം എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ കാഴ്ചകൾ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിശക്തമായ പോരാട്ടം അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം LDF-ന് ഏതുവിധേനം തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ, UDF-ന് നിലനിർത്തിയേ മതിയാവുകയുള്ളൂ, BJP-ക്ക് അത് പ്രസ്റ്റീജിയസ് പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടേറിയ അല്ലെങ്കിൽ തീവാറും പോരാട്ടം നടക്കുന്ന ഒരു ടോപ്പ് 3 മണ്ഡലങ്ങൾ നോക്കിയാൽ അതിലൊന്ന് ആറ്റിങ്ങൽ ഉറപ്പായുമാണ്. ആറ്റിങ്ങൽ ഈസ് അൺപ്രഡിക്റ്റബിൾ. കായലും അറബിക്കടലും ഇഴചേരുന്ന മുതലപ്പൊഴി പോലെ തന്നെ കേന്ദ്രമന്ത്രിയും MPയും MLAയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടുന്ന ഗ്ലാമർ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ചരിത്രം ചുകഞ്ഞാൽ 91-ന് ശേഷം ആറ്റിങ്ങൽ ഇടത് കോട്ടയാണ്. എന്നാൽ കഴിഞ്ഞ തവണ UDF അത് തിരുത്തി. കോൺഗ്രസും CPM-ഉം സ്വാധീനമുറപ്പിച്ച മണ്ണിൽ BJP-യെ ഒറ്റ വാക്കിൽ തള്ളിക്കളയാനുമാകില്ല. പ്രതീക്ഷയിലും പ്രചാരണത്തിലും 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. കോൺഗ്രസിന് മണ്ഡലം നിലനിർത്തിയേ പറ്റൂ. ജീവൻ മരണ പോരാട്ടമാണ് CPI-ന് ഇത്. BJP-ക്കാകട്ടെ 2019 കിട്ടിയ ഇരട്ടി വോട്ടിന്റെ ആനുകൂല്യം മുതലാക്കണം. കോൺഗ്രസിലെ സമുന്നതനായ നേതാവ് R. ശങ്കറും CPI-ന്റെ പ്രമുഖ നേതാവ് സുശീല ഗോപാലനുമെല്ലാം മണ്ഡലത്തിന്റെ അപ്രവചനീയ സ്വഭാവത്തിൽ അടവ് പിഴച്ചവരാണ്. ഭരണത്തിലും രാഷ്ട്രീയത്തിലും പയറ്റിത്തെളിഞ്ഞ പോരാളി എന്ന പരിവേഷമാണ് അടൂർ പ്രകാശിൻ്റേത്. ആറ്റിങ്ങിലെ ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുള്ളത് പലതും പാതി വഴിയിൽ നിൽക്കും. അത് പൂർത്തീകരണം ഉണ്ടാവുകയും ജനങ്ങൾക്ക് സംതൃപ്തരായി അതൊന്നൊന്നായി അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ മുഖ്യമായി ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് കുത്തകകൾ പൊളിച്ച് ശീലമുള്ളയാളാണ് ഇടത് സ്ഥാനാർത്ഥി V. ജോയ്. അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP ഒരു ബിഗ് സീറോ ആയിരുന്നു. 4.5 വർഷക്കാലം ഈ മണ്ഡലത്തിലേക്ക് വന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നത്, എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ച് നിന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം അദ്ദേഹം മുമ്പ് ജയിച്ചു വന്നിരുന്ന കോന്നി മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ അവരുടെ ഹൈക്കമാൻഡ് മത്സരിച്ച് ജയിച്ച എല്ലാവരും മത്സരിച്ചുകൊള്ളണം എന്ന ഒരു തിട്ടൂരം ഇറക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം വന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നേടിയ 2.5 ലക്ഷം വോട്ട് വിഹിതത്തിൽ കണ്ടുനട്ടാണ് V. മുരളീധരൻ ആറ്റിങ്ങലിൽ ഇറങ്ങുന്നത്. വെറുതെ ഓളമുണ്ടാക്കി മടങ്ങുക എന്നത് മാത്രമല്ല ഇവിടെ BJP-യുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആറ്റിങ്ങലിൽ കഴിഞ്ഞ 70 കൊല്ലക്കാലം ഇവിടെ പ്രതിനിധീകരിച്ച പലരും, അവരിൽ ചിലരൊക്കെ അക്കാലത്തെ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോഴും നടപ്പിലായിട്ടില്ല. 2009-ലാണ് ചിറയൻകീഴ് മണ്ഡലത്തെ ആറ്റിങ്ങൽ എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. മണ്ഡല പുനർനാമകരണത്തിന് ശേഷവും മുൻപും 11 തവണ ഈ മണ്ഡലം LDF-നൊപ്പം നിന്നു, 6 തവണ UDF-നൊപ്പവും. ശക്തരായ 3 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണെന്നതും എടുത്തു പറയണം. 3,80,995 വോട്ടുകളാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് ലഭിച്ചത്. അതായത് പോൾ ചെയ്തതിൽ 37.91%. LDF-ന്റെ A. സമ്പത്തിന് 3,42,748 വോട്ടുകൾ ലഭിച്ചു. 34.11% വോട്ടുകളുമായി UDF തരംഗത്തിലും മികച്ച മത്സരം നടത്തി. കരുത്തറിയിച്ചാണ് BJP മടങ്ങിയത്. ശോഭാ സുരേന്ദ്രൻ 2,48,81 വോട്ടുകൾ നേടി. പോൾ ചെയ്തതിൽ 24.69%. ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകളിൽ 7 LDF-നൊപ്പമാണ്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് ഒഴികെയുള്ള 6 മണ്ഡലങ്ങളിലും ലീഡ് UDF-നൊപ്പമായിരുന്നു. പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇക്കുറി ആരെ വരിക്കും ആറ്റിങ്ങൽ എന്ന കാര്യം പ്രവചനാതീതം. ആറ്റിങ്ങലിൽ നിന്നും ജിനുവിനും രാഹുലിനുമൊപ്പം അജീഷ് ജയകുമാർ, 24.